സ്മിത, പ്രവാസികൾ അവരെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തെ സമ്പദ്ഘടനയുടെ നട്ടെല്ല് എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. പക്ഷേ അവർക്ക് വേണ്ട പരിഗണനകൾ, അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നുണ്ടോ നമ്മൾ എന്നുള്ള ചോദ്യവും പരാതിയുമൊക്കെ സജീവമായി നമ്മൾ കേൾക്കുന്നത്. ഒപ്പം തന്നെ ഈ നിക്ഷേപങ്ങൾ അത് കൂട്ടുന്നതിന്, നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിന് എന്ത് ചെയ്യും, ഈ ബജറ്റിൽ എന്താണ് ഉണ്ടാവുക എന്ന് നോക്കിക്കാണുമ്പോൾ പ്രവാസികളുടെ ഒരു പങ്ക് നമുക്ക്, കാരണം ചെറുകിട സംരംഭങ്ങളൊക്കെ തന്നെ പ്രവാസികൾ തന്നെയാണ്, അവരുടെ കുടുംബം അതുമായി ബന്ധപ്പെട്ട അവരുടെ വേരുകളെല്ലാം ഇവിടെ ആയതുകൊണ്ട് നാട്ടിലേക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അവർ നോക്കാറ്. പക്ഷെ അപ്പോൾ തീർച്ചയായിട്ടും പ്രവാസികൾക്ക് വേണ്ടി എന്താണ് ബജറ്റ് കാത്തുവെക്കുന്നത്? പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വടക്കോട്ട് പോകുന്തോറും ഇപ്പം മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഒക്കെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ പ്രവാസി നിക്ഷേപങ്ങൾ കൂടുതലൊരു ഇടമാണ്. കൊച്ചിയിൽ ഓഫ് കോഴ്സ് ബിസിനസ് ഒരു ഹബ്ബ് എന്നുള്ള നിലയ്ക്ക് അവർ തന്നെ ഇപ്പോൾ വടക്ക് നിന്നും തെക്കു നിന്നും ഒക്കെ നിക്ഷേപങ്ങൾ കൊച്ചിയിലും വരുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ഇന്നത്തെ ബജറ്റ് കാത്തുവെക്കുന്നത് എന്ന് നോക്കുമ്പോൾ പ്രവാസികൾ അവരുടെ ഒരു പ്രതീക്ഷ എന്താണ്? സംസ്ഥാനത്തെ ഇപ്പോൾ റിജിത്ത് പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തെ സമ്പദ്ഘടനയുടെ ഒരു നട്ടെല്ലെന്ന് പറയുന്ന പ്രവാസികൾ സർക്കാരിൻ്റെ എല്ലാ ബജറ്റുകളിലും ഈ പ്രവാസികളുടെ ക്ഷേമങ്ങൾക്കായി തുക വകയിരുത്താറുണ്ട്, പദ്ധതികൾ പ്രഖ്യാപിക്കാറുമുണ്ട്. പക്ഷേ ഇവ നടപ്പിലാകുന്നുണ്ടോ എന്നുള്ള ചോദ്യവും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കാറുണ്ട്. ഇന്നത്തെ ബജറ്റിൽ പ്രതീക്ഷകൾ എന്തെല്ലാമാണ്? മലപ്പുറത്തെ പ്രവാസികൾ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നു. അതിലേക്ക് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ കേരള സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് നടപ്പാക്കുമെന്ന് കഴിഞ്ഞ ബജറ്റിലൊക്കെ പ്രഖ്യാപിച്ചതാണ്. പ്രവാസികളായ കുറച്ച് ആളുകൾ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, എന്തൊക്കെയാണ് നിലവിലെ അവസ്ഥ, പ്രവാസികളുടെ ബുദ്ധിമുട്ടുകൾ? പ്രവാസികൾക്ക് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എല്ലാ ബജറ്റിനകത്തും ഏതാണ്ട് 149-150 കോടി രൂപ ഓരോ ബജറ്റിനകത്തും നീക്കിവെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് പ്രവാസികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. തിരിച്ചു വന്നിട്ടുള്ള പ്രവാസികളുടെ സർഗസൃഷ്ടികൾ അവരുടെ കഴിവിനെ വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള അവരുടെ ഏത് മേഖലയിലാണോ അവർ പ്രാവീണ്യം തെളിച്ചിട്ടുള്ളത് അത്തരം മേഖല കേരളത്തിൽ കണ്ടെത്തുന്നതിനും അവരുടെ അവിടുത്തെ അനുഭവങ്ങളെ കേരളത്തിൽ വിനിയോഗിക്കുന്നതിനും അത് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തിന് മുതൽക്കൂട്ടാവുന്നതിനും വേണ്ടി വലിയ പരിശ്രമമാണ് കേരളത്തിലെ ഗവൺമെന്റ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ കേരളത്തിലെ പ്രവാസികൾക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. കേരളത്തിലെ ഇത്തരം പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുമ്പോഴും പ്രവാസികൾ ഏറ്റവും കൂടുതൽ അവരുടെ ഡെപ്പോസിറ്റിനെ സമ്പാദ്യത്തെ ഉപയോഗിക്കുന്ന പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും അവർക്ക് ലോൺ നൽകുന്നതിന് വേണ്ടി പലപ്പോഴും വിമുഖത കാണിക്കാറുണ്ട്. പ്രവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഷയമാണ് ടിക്കറ്റ് വർധനവ്. 90% പ്രവാസികളും ചെറിയ രീതിയിൽ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ടിക്കറ്റിന്റെ വില വർധനവ് അവരെ സംബന്ധിച്ച് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നോർക്ക പോലത്തുള്ള പദ്ധതികൾ. അതിൽ നിന്ന് വിവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആനുകൂല്യങ്ങൾ കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നുണ്ട്. അതിന് പ്രവാസികളെ സംബന്ധിച്ച് ID കാർഡുകളാണ് അവരെ പ്രവാസ ലോകത്ത്, എല്ലാ പ്രവാസി ലോകത്തും ID കാർഡുകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ നന്നായിരിക്കും. അതുപോലെ തന്നെ പ്രവാസ ലോകത്ത് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി അവരുടെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പ്രയാസങ്ങൾ എംബസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഇടപെടൽ നല്ല രീതിയിൽ ഉണ്ടെങ്കിലും അതിന് വരുന്ന സാമ്പത്തികപരമായിട്ടുള്ള വലിയൊരു ചെലവുകൾ ഉണ്ട്. അതിന് നമ്മളെ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവണം. നാട്ടിൽ വരുന്ന പ്രവാസികൾക്ക് പുനരധിവാസം അടക്കമുള്ള പാക്കേജുകൾ പ്രഖ്യാപിച്ചിരുന്നു. അതിൽ നിന്നുള്ള ഒരു നല്ല ഒരു ഇടപെടലും അതിനുള്ള ഒരു പ്രതികരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് അറിയിക്കണം. സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടെല്ല് പ്രവാസികളാണെന്നാണ് സർക്കാർ എന്നും പറയാറുള്ളത്. എല്ലാ ബജറ്റിലും പ്രവാസികളുടെ പുനരധിവാസത്തിനും പ്രവാസികളുടെ മുന്നോട്ടു പോക്കിനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പദ്ധതികൾ സർക്കാർ നീക്കിവെക്കും. പക്ഷേ അതൊന്നും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നില്ല എന്നൊരു ആക്ഷേപമാണ്, പരാതിയാണ്, ആശങ്കയാണ് പ്രവാസികൾക്കുള്ളത്.